പ്രിയമുള്ള സ്നേഹിത, ഇത് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രകാശം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. യാഥാർത്ഥ്യങ്ങൾ കാണാതെ, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മുടെ കണ്ണുകളെ കുരുടാക്കുന്നതും ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുന്നതും പിശാചിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ തെറ്റായ കാഴ്ചപ്പാടുകൾ, തെറ്റിന്റെ പാതയിലൂടെയുള്ള നമ്മുടെ സഞ്ചാരമൊക്കെ ചൂണ്ടിക്കാണിച്ച് അതിനെയൊക്കെ തിരുത്തി ശരിയായ പാതയിലൂടെ നടത്തുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഈ രാസമാറ്റം നമ്മിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിച്ചം തരുമ്പോഴാണ്. എന്നാൽ ദൈവാത്മാവ് നൽകുന്ന ഈ പ്രകാശത്തെ നാം ത്യജിച്ചാൽ നമ്മുടെ ഹൃദയം കഠിനപ്പെടും, ആത്മീയ ദർശനം നഷ്ടമാകും, ബൈബിളും വിശ്വാസവും ഒരു കെട്ടുകഥയാണെന്ന് തോന്നും, യാഥാർത്ഥ്യമല്ല എന്ന് തോന്നും. ഇത് വളരെ സാവധാനത്തിലും നമ്മൾ അറിയാതെയും നടക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വെളിച്ചം വീശുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവദാസന്മാരുടെ ഉപദേശങ്ങളിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ. ഈ മാധ്യമങ്ങളിലൂടെയാണ് സ്വർഗീയ വെളിച്ചം നമ്മുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ദൈവദാസന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ കാര്യങ്ങൾ എപ്പോഴൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ബോറാണ്, തീരെ സമയമില്ല എന്നൊന്നും ചിന്തിക്കരുത്, പറയരുത്. എപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ അതിനെ കേട്ടുകൊണ്ടേയിരിക്കണം. കേൾവിയാലത്രേ വിശ്വാസം വർദ്ധിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രകാശത്തിൻ്റെ ഒരു രശ്മിയെ പോലും അവഗണിച്ചാൽ ആത്മീയ അവബോധത്തിൻ്റെ സ്തംഭനം നമുക്ക് അനുഭവപ്പെടും. ഇങ്ങനെ ആത്മീയ പ്രകാശം നഷ്ടപ്പെട്ടാൽ പിന്നീട് പ്രകാശത്തെ, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രകാശത്തെ തിരിച്ചറിയുക പോലും അസാധ്യമാകും. ഇങ്ങനെയുള്ള വ്യക്തി അന്ധകാരത്തിൽ പതിച്ച് മനസ്സിനെയും ജീവിതത്തെ മുഴുവനും ഇരുട്ടിലാക്കുന്നു. പരിശുദ്ധാത്മാവിനെ ത്യജിക്കുന്നവർ അനുതാപവും വിശ്വാസവും തന്നിലേക്ക് കടന്നു വരാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് സ്വയം പ്രതിഷ്ഠിക്കുകയാണ്. അതെ, മനുഷ്യഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ്. പരിശുദ്ധാത്മാവിനെ തിരസ്കരിക്കുകയും ബോധപൂർവം നിന്ദിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവാനുള്ള മാർഗത്തെ നാം അടച്ചുകളയുകയാണ്. പരിശുദ്ധാത്മാവിനെ ത്യജിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതിനാൽ ഈ ദിവസം നമുക്ക് പരിശുദ്ധാത്മാവിനെ ചോദിക്കാം ദൈവത്തോട്. മനസ്സിൻ്റെയും നമ്മുടെ ചിന്തകളുടെയും വാതിൽ പരിശുദ്ധാത്മാവിനായി തുറന്നിടുക. ആത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഇഴചേർന്നതാകട്ടെ. വ്യക്തിബന്ധങ്ങൾ ദൃഢമാകട്ടെ. സ്വർഗത്തിന് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമാവട്ടെ. ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പകർന്നു കൊടുക്കുക. കൂടുതൽ നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് www.adventistworldradio.org സന്ദർശിക്കുക. മലയാളം തിരഞ്ഞെടുക്കുക. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ, നിങ്ങളുടെ ആത്മാവിൻ്റെ കൂട്ടുകാരൻ.